ഹലോ, നിങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത് ആൻഡ് യൂഷ്വൽ സ്ഥലങ്ങളൊക്കെ കണ്ട് ബോറടിച്ചിരിക്കുകയാണെങ്കിൽ പോകാൻ പറ്റിയൊരു സ്ഥലം പറയാം. മന്ദാരഗിരി. ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ ദൂരെ കർണാടകയിലെ തുംകൂർ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് മന്ദാരഗിരി. ജൈൻ മതവിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം പീകോക്ക് ടെമ്പിളും കുന്നിൻ മുകളിൽ ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ആൽമരമാണ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഗുരുമന്ദിറിലാണ്. ഈ ഗുരുമന്ദിറിന് മയിൽപീലിയുടെ രൂപസാദൃശ്യമുണ്ട്, അതുകൊണ്ട് ഇതിനെ പീകോക്ക് ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു. അടുത്തായി പോകുന്നത് മന്ദാരഗിരി ഹിൽസിലേക്കാണ്. ഇവിടെ പോകാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ കാണുന്ന സ്റ്റെപ്പുകൾ കയറി പോകാം. ഇതൊരു 450 സ്റ്റെപ്പ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ കാണുന്ന റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ടും മേലെത്താൻ പറ്റും. നമ്മൾ മന്ദാരഗിരിയിലോട്ടേക്ക് വരുന്ന സമയത്ത് ദൂരെ നിന്ന് ഈ കുന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു മരമുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ ഒരു ആകർഷണം എന്ന് പറയുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത മരമാണ്. ഒരു മരം, ആ മരത്തിന് കീഴെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു, ചുറ്റും കുറേ ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുക, സംതിങ് ഐ ഡോണ്ട് നോ. ആ ഒരു രീതിക്കുള്ളതാണ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ നല്ല ഭംഗിയാണ്. ഫുൾ ഏരിയ ആയിട്ട് നമുക്കൊരു 360 വ്യൂ നമുക്ക് കിട്ടും ഇവിടുന്ന്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കുറച്ച് താഴോട്ടേക്ക്, അതായത് ഇപ്പോൾ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ടെങ്കിൽ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ നടന്നിട്ടേ വരുന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ഒരു വലിയൊരു കുന്നല്ല കുറേ പാറയുണ്ട്. ആ പാറയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒരു ലേക്ക് ഉണ്ട്. ലേക്കിൻ്റെ വ്യൂ കിട്ടും. നല്ല ഭംഗിയാണ്. അവിടെ കുറച്ച് നേരം നമുക്കിങ്ങനെ ആസ്വദിച്ചിരിക്കാൻ പറ്റും. ഇപ്പോൾ സൺറൈസിലെ സൺസെറ്റിൻ്റെ സമയത്ത് വരികയാണെങ്കിൽ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടുത്തേത്. നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ. ഇവിടെ വരാൻ പറ്റിയ ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് ഒരു ജൂലൈ ടു ഡിസംബർ ആണ്. അപ്പോൾ ക്ലൈമറ്റ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാര്യമായിട്ട് ഷോപ്സും കാര്യങ്ങളൊന്നുമില്ല. സോ ഫുഡൊന്നും അങ്ങനെ കിട്ടില്ല. ജസ്റ്റ് സ്നാക്സ് ഇല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് അങ്ങനെ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ.